ഇന്ന് ജലമേളകളിൽ സജീവമായ 15 ചുണ്ടൻ വള്ളങ്ങളടക്കം 30ഓളം വള്ളങ്ങളുടെ ശില്പിയാണ് കോയിൽമുക്ക് ഉമാമഹേശ്വരൻ ആചാരി. ഏറ്റവും അധികം ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും ഇദ്ദേഹമാണ്. ഇക്കുറി നെഹ്റു ട്രോഫി ജലമേളയിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുന്ന ഉമാമഹേശ്വരൻ ആചാര്യയുടെ വിശേഷങ്ങൾ കാണാം. ഞാനിപ്പോഴുള്ളത് ചുണ്ടൻ വള്ളങ്ങളുടെ ശില്പികളിൽ അമരക്കാരൻ എന്നറിയപ്പെടുന്ന ഉമാമഹേശ്വരൻ ആചാര്യയോടൊപ്പമാണ്. അദ്ദേഹം നിർമ്മിച്ച 15 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത്. മറ്റ് ചെറുവള്ളങ്ങളും നിരവധി എണ്ണം നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചുണ്ടൻ വള്ളങ്ങളിൽ അറ്റകുറ്റ പുതുക്കിപ്പണിഞ്ഞും മറ്റും ഇറക്കിയിട്ടുണ്ട്. അതും നെഹ്റു ട്രോഫി നേടുന്ന ചുണ്ടൻ വള്ളങ്ങൾ. ഈ പണിഞ്ഞതിൽ മിക്ക ചുണ്ടൻ വള്ളങ്ങളും നിർമ്മാണം പൂർത്തിയാക്കിയില്ല, നീറ്റിലിറങ്ങി 5 വർഷത്തിനുള്ളിൽ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു ആളാണ്. അതോടൊപ്പം തന്നെ പറയേണ്ടത് ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ അടക്കം പണിഞ്ഞിട്ടുള്ള കോയിൽമുക്ക് നാരായണൻ ആചാര്യയുടെ മകൻ കൂടിയാണ് ഉമാമഹേശ്വരൻ. അദ്ദേഹത്തോട് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളും മറ്റ് ഏതൊക്കെ ചുണ്ടനാണ് നിർമ്മിച്ചത്, അതിൻ്റെ രീതികൾ എങ്ങനെയെല്ലാം ഒന്ന് ചോദിച്ചറിയാം. ഏത് ചുണ്ടനാണ് നമ്മൾ ആദ്യമായിട്ട് നിർമ്മിച്ചത്? ഏത് വർഷമാണ്? ഞാൻ ആദ്യമായി ചുണ്ടൻ സ്വന്തമായി വള്ളം കംപ്ലീറ്റ് പുതിയത് പണിയുന്നത് 1995-96 കൂടിയാണ് ആലപ്പാടൻ ആദ്യം ഞാൻ പണിയുന്നത്. ആ വള്ളം പണിതു. ഞാൻ ആദ്യമായിട്ട് പണിയുമ്പോൾ പല വിമർശനങ്ങളും മറ്റുമൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടെങ്കിലും ഈശ്വരകൃത്യാൽ അത് ഇറക്കി 5 കൊല്ലത്തിനകം 2 പ്രാവശ്യം നെഹ്റു ട്രോഫി എടുത്തപ്പോൾ ജനങ്ങൾക്കതൊരു അംഗീകാരമെന്ന് തോന്നി. രണ്ടാമത്തെ പ്രാവശ്യം 2 വർഷം കൂടെ കഴിഞ്ഞ് 2002 കൂടി ഞാൻ പായിപ്പാട്ട് ഒരു വള്ളം ഉണ്ടായിരുന്നു, അവരത് പോരാന്നുള്ള ധാരണയിൽ ഒരു പുതിയ വള്ളം നിർമ്മിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വള്ളം നിർമ്മിച്ച് അത് 5 വർഷത്തിനകം ആർട്ടിക്ക് നേടുകയും ചെയ്തു. അതൊക്കെ ജീവിതത്തിലെ ഒരു വലിയ നൂറ്റാണ്ടിൽ ആർട്ടിക്ക് നേടിയ ഏക ചുണ്ടൻ വള്ളം. ഈ നൂറ്റാണ്ടിൽ ആർട്ടിക്ക് നേടിയെന്ന് പറഞ്ഞാൽ കാരിച്ചാലും പായ്പാറിനേ ഉള്ളൂ. ഇപ്പോൾ ആർട്ടിക്ക് കിടക്കുന്നത് പായ്പാറിൻ്റെ പേരിലാണ്. ഇപ്പോൾ അവസാനം പണിഞ്ഞ ചുണ്ടൻ വള്ളം ഏതാണ്? അവസാനം പണ്ട് കടവിൽ നിരണം സെൻറ്റ് ജോർജ്, അത് കടവിൽ സെൻറ്റ് ജോർജ് അത് ഇറക്കിയിട്ടില്ല. പണി അറ്റകുറ്റം തീർത്തിറക്കി, അത് കളിക്കാനായിട്ട് പങ്കെടുക്കുന്നില്ല, കരിക്കുകയാണ്. നിരണം ചുണ്ടൻ അതോടൊപ്പം തന്നെ ചെറുതന പുതുക്കി പണിഞ്ഞപ്പം അതോടൊപ്പം ആനാരിയൊക്കെ പണിഞ്ഞത് നമ്മളല്ലേ? അതെ, ഞാൻ ആനാരി പുതിയ വള്ളം പണിത് ഞാനാണ്. ആനാരി ഒരു പുതിയ വള്ളം പണിതു, അത് ഞാൻ. ചെറുതന ഞാൻ പുതുക്കി പണിതാണ്. ആദ്യമായിട്ട് ഒരു പ്രാവശ്യം നെഹ്റു ട്രോഫി കിട്ടിയിട്ടുള്ളൂ. 30-35 വർഷം കൊണ്ട് അവർ കിടന്ന് പരിശ്രമിച്ചിട്ട് ഒരു അംഗീകാരം കിട്ടിയില്ല. ഒരു വർഷം ഞാനത് പണിത് കൊടുത്തു. ഈശ്വരകൃത്യ എൻ്റെ നന്മയോ മൂപ്പിലാൻ്റെ അനുഗ്രഹമോ അതൊരു വർഷം ജയിച്ചു. സ്വകാര്യ വ്യക്തികൾ പണിഞ്ഞ ദേവസ് ചുണ്ടൻ കാട്ടിൽ തെക്കതിലൊക്കെയും നിർമ്മിച്ചതും നമ്മൾ തന്നെ. അതെ. ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കാൻ എന്ത് ചിലവ് വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇപ്പോഴത്തെ ചിലവ് എത്ര വേണേലും ചിലവാക്കാം. അത് കൃത്യമായി അതിൻ്റെ ഒന്നാമത് ഇപ്പോൾ കാശ് കൂടുതലാകുന്ന ഇതിൻ്റെ കാൽക്കുലേഷൻ ശരിയല്ല. കാൽക്കുലേഷൻ അനുസരിച്ച് അത് ചെയ്യുകയാണെങ്കിൽ അതിന് കുറേ ചിന്തിച്ചും പ്രവർത്തിച്ചും കുറേ തരക്കവും വഴക്കവും വേണം. എന്നെ സംബന്ധിച്ച് നോക്കുന്നെങ്കിൽ എനിക്ക് വള്ളംപണിയുടെ 60 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതിൻ്റെ കണക്ക് കൂടുതൽ ഞാൻ ചെയ്താൽ വളരെ വ്യത്യാസമായിട്ട് 40-45 ലക്ഷം രൂപയ്ക്ക് ഒരു വള്ളം ഇറക്കാൻ പറ്റും. സാധാരണ ഒരു വള്ളത്തിൻ്റെ എത്ര അങ്കുലം വീതി, എത്ര അടി നീളം, ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ? ആദ്യം 65 വണ്ണം, 60 അങ്കുലം വണ്ണം, നീളം 45-46 നീളമൊക്കെ ആയിരുന്നു. ഈ നെഹ്റു ട്രോഫി വന്നപ്പോൾ വണ്ണം കുറച്ചിട്ട് നീളം കൂട്ടി പണിയാന്ന് കണ്ടുപിടിച്ചത് എൻ്റെ അപ്പൻ നാരായണാചാര്യാണ്. പുള്ളി പണിതയിൽ വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ ആലപ്പാടൻ വള്ളം പണിതത്. അപ്പോൾ ഇപ്പോൾ അതിനെത്ര 53 അടി, 50 അങ്കുലം വണ്ണം, 53 പോലും നീളം, അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാരിച്ചാൽ ചുണ്ടൻ പണിയുമ്പോഴും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നു ചേർന്നതെന്ന് പറഞ്ഞാൽ കാരിച്ചാൽ ചുണ്ടൻ അത് എനിക്ക് കൈതെളിഞ്ഞ് പണിയാനെത്തിയ ഒരു വള്ളമാണ്. കാര്യം ഈ കാരിച്ചാൽ ചുണ്ടൻ ഇത് ആദ്യമേ ഒരു ശകലം മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ച് പണിയാനുള്ള ഉത്തരവാദിത്വം അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചിട്ട് അവർ ജവഹർ പുതിയ വള്ളം പണിയാണ്.
പണിക്കാരെല്ലാം അവിടെയാണ്. എല്ലാം അത് നോക്കിക്കണ്ട് എന്തുവാന്നൊക്കെ ചെയ്യണമെന്ന് അന്ന് പുള്ളിക്കറിയാൻ പറഞ്ഞു കൊടുത്താൽ പറയല്ല, നോക്കിക്കണ്ട് ചെയ്തോളൂ എന്നൊരു ബോധ്യം പുള്ളിക്കുണ്ടായിരുന്നു. ഞാൻ അത് ചെയ്തു. അതിൽ പിന്നാണ് ഈ 15 വർഷം അവർ നെഹ്റു ട്രോഫി എടുത്തത്. ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ അമരം എത്ര അടി പൊങ്ങിയാണ് നിൽക്കുന്നത്? അതോടൊപ്പം തന്നെ കൂമ്പ് അത് എത്ര വെള്ളത്തിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും സാധാരണ? അമരം വെള്ളത്തിൽ നിന്ന് അങ്ങ് അഗ്രഭാഗം വരെ 11-12. കൂമ്പ് 4 അടിക്ക് താഴെ 2-3 ഇഞ്ചിൻ്റെ വ്യത്യാസം ഈ തടിയുടെ വെയിറ്റും അതിൻ്റെ വെയിറ്റ് കൊണ്ടുമൊക്കെ ഉണ്ടാകും. ഇപ്പം 65 കിലോ ഒരാൾ കയറുന്ന പോലാണോ 40 കിലോ ഉള്ള ഒരാൾ കയറുമ്പോൾ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. എന്നാൽ നമ്മൾ പണിയുന്ന ലെവല് ഇതാണ്. വെള്ളത്തിൽ നിന്ന് ഒരു 3-3/4 അടി കൂമ്പ് കളഞ്ഞിരിക്കണം, അമരം ഒരു 11 അടി 12 അടി കളഞ്ഞിരിക്കണം. ഈ നിലവാരത്തിലാണ് നമ്മൾ പണിയുന്നത്. ഇപ്പം വിശ്രമത്തിലാണോ? എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം, ജീവിത സാഹചര്യം? ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഇപ്പം വെറുതെ ഇരിക്കുക, അല്ലാതെ ഞാനെങ്കിലുള്ള കാണിക്കുമ്പോൾ. പിന്നെ പിള്ളേരെവിടോട്ടെങ്കിലും പോയാൽ ഇന്ന പോലെ ചെയ്യണം. എന്നാലും ഇപ്പോഴും ഞാൻ ഇന്നലെ ചെയ്ത കാര്യം ഓർമ്മിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്യാതെ ഇന്നത്തെ കാര്യത്തിൽ തുടങ്ങത്തില്ല. എനിക്കുണ്ടായിരിക്കുന്ന നേട്ടം അതാണ്. രാവിലെ പണിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടെ നോക്കും, ഇന്നലെ പണിക്ക് വല്ലതും മിസ്റ്റേക്കുണ്ട്, ഓക്കെ ആക്കി ഇങ്ങ് പോരും. ഇങ്ങ് പോന്ന് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണിയുടെ കാര്യം വീട്ടിൽ വന്ന് കിടന്ന് ചിന്തിക്കുന്ന എന്തെല്ലാം ചെയ്തു. വള്ളം പണി തന്നെയല്ല, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അതിൽ തെറ്റുണ്ട്, ശരി എന്തോ ഉണ്ട് എന്നാലോചിക്കും. ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞാലും ഉടനെ മറുപടി പറയാം, പറയാം എന്ന് പറഞ്ഞ് പോന്നിട്ട് എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ അത് ചിന്തിക്കും, അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടത്. ഈ ചുണ്ടൻ വെള്ളം പോലെ തന്നെ മറ്റ് കളിവള്ളങ്ങൾക്കും അതിൻ്റേതായ നിർമ്മാണ പ്രത്യേകതകളില്ലേ? അങ്ങനെ വ്യത്യസ്തമായ ഏതൊക്കെ വള്ളങ്ങൾ പണിഞ്ഞിട്ടുണ്ട്? വെപ്പ് വള്ളങ്ങൾ ഞാൻ 6 പുതിയത് പണിതിട്ടുണ്ട്. ഈ വടക്കനോടി 3 സൈക്കിൾ അത് ഇറക്കിയിട്ട് തോറ്റിട്ടില്ല. ഒരു വർഷമേക്കാണ്ട് തോറ്റിട്ടുള്ളൂ. അത് വടക്കനോടി ദേവസ് കാട്ടിത്തേക്ക 2 വള്ളം ഉണ്ട് അവിടെ. ഇതാണ് എല്ലാത്തരം നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമേ വെപ്പ്, തെക്കനോടി, വടക്കനോടി വള്ളങ്ങൾ അടക്കം നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ്. മൊത്തത്തിൽ ഏതാണ്ട് 30ഓളം കളിവള്ളങ്ങൾ നിർമ്മിച്ച ആളാണ്. ഏതാണ്ട് 90കൾ മുതൽ സ്വതന്ത്രമായി നിർമ്മാണം നടത്തുന്നു. കോയിൽമുക്ക് നാരായണാചാര്യയുടെ ഒപ്പം, അത് പിതാവിനൊപ്പവും നിർമ്മാണത്തിൽ കാരിച്ചാൽ ചുണ്ടൻ അടക്കം 1970 കാരിച്ചാൽ ചുണ്ടൻ നീറ്റിലിറങ്ങുന്നത്. അന്നു മുതലേ നിർമ്മാണ രംഗത്തുള്ള 50 വർഷത്തിലധികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഉമാമഹേശൻ. അദ്ദേഹം നിർമ്മിച്ച 15 ചുണ്ടൻ വള്ളങ്ങളാണ് ഇപ്പോൾ മത്സര രംഗത്തടക്കം സജീവമായി നിൽക്കുന്നതും.